ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹൻ്റെ സൈറ്റ് വഴി എങ്ങനെ വെഹിക്കിൾ ചെല്ലാൻ്റെ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കാമെന്നുള്ളതാണ്. ചെല്ലാൻ പേയ്മെൻറ്റ് നടത്താനായിട്ട് വേണ്ടി വരുന്നത് അപേക്ഷകൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, അതല്ല എങ്കിൽ RC ഡീറ്റെയിൽസ് ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാം. ഇതിൽ പരിവാഹൻ ചെല്ലാൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ e-challan.parivahan.gov.in എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും. ഇതിൽ ചെല്ലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്താണ് ചെല്ലാൻ അടയ്ക്കേണ്ടത്. അതല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിൽ എടുക്കാം. parivahan.gov.in എന്നുള്ള സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ e-challan എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് ചെല്ലാൻ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഓൾറെഡി നമ്മൾ മുൻപ് കണ്ട സെയിം ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരുന്നത്. ചെല്ലാൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ചെല്ലാൻ നമ്പർ കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡ് കൊടുക്കുക. ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല വെഹിക്കിൾ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ അപേക്ഷകൻ്റെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കുക, ക്യാപ്ച കോഡ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. അതുമല്ല എങ്കിൽ DL നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ കൊടുത്തും കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈറ്റിൽ നിന്നും ട്രാൻസ്ഫർ ആയിരിക്കുന്ന ചെല്ലാനാണെങ്കിൽ വിർച്വൽ കോർട്ട് എന്നുള്ള സൈറ്റ് വഴിയും അതല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയും പേയ്മെൻറ്റ് അടച്ചു നൽകാവുന്നതാണ്. നിലവിൽ ഈ ഒരു സൈറ്റിൽ നിന്നും ട്രാൻസ്ഫർ ആകുന്ന ചെല്ലാനുകളാണ് വിർച്വൽ കോർട്ടിലേക്ക് പോകുന്നത്. വിർച്വൽ കോർട്ടിൽ നിന്നും ഓൾറെഡി ട്രാൻസ്ഫർ ആയതാണെങ്കിൽ റെഗുലർ കോർട്ടിലേക്കായിരിക്കും പോകുക. ഈ ഒരു റെഗുലർ കോർട്ടിലേക്ക് പോയിരിക്കുന്ന ചെല്ലാനുകൾ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. നേരിട്ട് കോർട്ടുമായി ബന്ധപ്പെട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപ്ലിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് നിലവിൽ സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന ചെല്ലാൻ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, അതുമല്ല എങ്കിൽ വെഹിക്കിൾ നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക. ഗെറ്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP മെസ്സേജ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യുമ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള ചെല്ലാൻ്റെ വിവരങ്ങൾ സൈറ്റിൽ വരുന്നതാണ്. ഡിസ്പോസ്ഡ് എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ചെല്ലാൻ പേയ്മെൻറ്റ് ഓൾറെഡി നടത്തിയതാണ്. പെൻഡിംഗ് എന്ന് കാണിച്ചിട്ടുള്ള ചെല്ലാനിലെ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്താണ് പേയ്മെൻറ്റ് അടച്ചു നൽകേണ്ടത്. ഓരോ ചെല്ലാൻ്റെയും വിവരങ്ങൾ വ്യത്യസ്തമായിരിക്കും, അതായത് അടയ്ക്കേണ്ട തുക വ്യത്യസ്തമായിരിക്കും. പേ നൗ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ള ഓപ്ഷനിൽ e-treasury എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിലേക്കാണ് ഈ ഒരു പേജ് കൺവേർട്ട് ആയിട്ട് പ്രൊസീഡ് ആവുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജിൽ സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ള ഓപ്ഷനിൽ e-treasury കൊടുക്കുക. I accept terms and condition ഓപ്ഷനിൽ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1, 2 ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. UPI യൂസ് ചെയ്താണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 അല്ലെങ്കിൽ 2 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് UPI ഓപ്ഷനിൽ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ വന്നിരിക്കുന്ന GRN ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ പേജിൽ കൊടുത്തിരിക്കുന്ന OK എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ UPI ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് വാലറ്റ് യൂസ് ചെയ്താണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാലറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം UPI ID കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ഫോൺപേ, ഗൂഗിൾ പേ, Paytm, ആമസോൺ പേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈറ്റിൽ എനേബിൾ ആണ്. ഞാനിവിടെ ഫോൺപേ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫോൺപേ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്തതിന് ശേഷം എൻ്റർ UPI അഡ്രസ് എന്നുള്ള ഓപ്ഷനിൽ UPI ID കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. UPI ഹോൾഡറുടെ പേര് അവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വാലറ്റിലേക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള റിക്വസ്റ്റ് വരുന്നതാണ്. വാലറ്റ് ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം നമുക്ക് വീണ്ടും തിരിച്ച് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ റീസൺ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. പേജിൻ്റെ താഴെയായിട്ട് അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ്, അതായത് പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ അടച്ച ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് സൈറ്റ് വഴിയും നമുക്ക് പിന്നീടാണെങ്കിലും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.
റെഗുലർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ആയ ചെല്ലാനുകൾ ഡയറക്റ്റ് സൈറ്റ് വഴി അടച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ചെല്ലാൻ കിട്ടി മാക്സിമം പെട്ടെന്ന് തന്നെ ചെല്ലാൻ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ പിന്നീട് നേരിട്ട് കോർട്ടുമായി ബന്ധപ്പെട്ടാണ് ചെല്ലാൻ അടയ്ക്കാൻ സാധിക്കുക. വിർച്വൽ കോർട്ടിലേക്ക് പോയിരിക്കുന്ന ചെല്ലാനാണെങ്കിൽ വിർച്വൽ കോർട്ടിൻ്റെ സൈറ്റ് വഴി ഡീറ്റെയിൽസ് കൊടുത്തും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഈ ഒരു സൈറ്റിൽ ചെല്ലാൻ അപ്ഡേഷൻ വന്നതിന് ശേഷം ഈ ഒരു സൈറ്റിൽ നിന്നാണ് വിർച്വൽ കോർട്ടിൻ്റെ സൈറ്റിലേക്ക് പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആകുക. അതിനുശേഷമായിരിക്കും റെഗുലർ കോർട്ടിലേക്ക് ചെല്ലാൻ കൺവേർട്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.